തയ്യാറാക്കാം. അതിനായിട്ട് ഒരു ബൗളിലെ പുളിവെള്ളം എടുക്കുക. ഇതിലേക്ക് ശർക്കര പൊടി ചേർത്ത് കൊടുക്കണം. ഈ ശർക്കര നന്നായി ലയിക്കുന്നത് വരെ ഇളക്കണം. ശർക്കരയൊക്കെ ലയിച്ചു വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് ഇനി റാഗി പൊടി ചേർത്ത് കൊടുക്കാം. റാഗിപ്പൊടി ചേർത്തതിന് ശേഷം കട്ട പിടിക്കുന്നില്ല എന്ന് ഉറപ്പ് വരുത്തണം. ഇനി ഇതിലേക്ക് അല്പം വെള്ളം ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക. ഒരു നുള്ള ഏലക്ക പൊടി കൂടി ചേർക്കണം. എന്നിട്ട് നന്നായി ഇളക്കണം. നമ്മുടെ റാഗി കൊണ്ടുള്ള കഞ്ഞി തയ്യാറായിട്ടുണ്ട്. ഇതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ശർക്കരയ്ക്ക് പകരമായിട്ട് ചൂട് പാല് ചേർത്ത് കൊടുക്കാം. അതല്ലെങ്കിൽ ശർക്കരയും പാലും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതല്ലാതെ തൈരും നിലക്കടലയും ഉപ്പും ഒക്കെ ചേർത്ത് വേറെ രീതിയിലും ഇത് തയ്യാറാക്കാവുന്നതാണ്. എന്തായാലും വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു കഞ്ഞിയാണിത്. ഈ റാഗി കഞ്ഞി നിങ്ങളും വീട്ടിൽ തയ്യാറാക്കി നോക്കുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി സമയം മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.